പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 2 തിമോത്തി 2-ാം അധ്യായം 21-ാം വാക്യം: ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രം ആയിരിക്കും. ഹല്ലേലൂയ. മാനപാത്രം ആയിരിക്കുക എന്നത് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി അത്രേ. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞു, തിമോത്തിയോസേ, ഒരു വീട്ടിൽ പല തരത്തിലുള്ള പാത്രമുണ്ട്. ചിലത് പൊന്നും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങൾ, എന്നാൽ ചിലത് മരം, മണ്ണ് എന്നിവ കൊണ്ടുണ്ടാക്കിയത് അത്രേ. ഹല്ലേലൂയ. എന്നാൽ ചിലത് ഹല്ലേലൂയ ചില ഹീന കാര്യത്തിനും ചിലത് മാന്യമായ കാര്യത്തിനും ഉപയോഗിക്കും. അങ്ങനെ മാന്യമായ കാര്യത്തിന് ഉപയോഗിക്കുന്ന ഒരു പാത്രം യജമാനൻ്റെ കയ്യിൽ മാനിക്കപ്പെടും, യജമാനൻ്റെ കയ്യിൽ ഒരു മാനപാത്രമായി മാറും. ഹല്ലേലൂയ. ഇന്ന് രാവിലെയും പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, ഒരുപക്ഷെ ഒരു പാത്രം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തു വിലയുള്ളതോ വില കുറഞ്ഞതോ ആയിരിക്കാം. എന്നാൽ അതിൻ്റെ മാന്യത വെളിപ്പെടുന്നത്, അതിൻ്റെ ഉപയോഗം വെളിപ്പെടുന്നത് യജമാനൻ അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു, യജമാനൻ്റെ കയ്യിൽ എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്നുള്ളതത്രേ. എന്നെ കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലേ, ഹല്ലേലൂയ, നമ്മുടെ നിലയും വിലയും ഹല്ലേലൂയ വർദ്ധിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിൽ നാം എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്നുള്ളതത്രേ. ഹല്ലേലൂയ. അതാ അവിടെ പ്രാധാന്യം. കർത്താവിൻ്റെ കരങ്ങളിൽ പ്രയോജനപ്പെടുന്ന ഒരു വ്യക്തിയെ നിൻ്റെ വില വർദ്ധിക്കും, നിൻ്റെ മാന്യത വർദ്ധിക്കും, നിൻ്റെ അവസ്ഥയ്ക്ക് വ്യത്യാസമുണ്ടാകും. നീ കർത്താവിൻ്റെ കരങ്ങളിലാണോ പ്രയോജനപ്പെടുന്നത്, നിശ്ചയമായി നിൻ്റെ വിലയ്ക്കും നിലയ്ക്കും വ്യത്യാസം വരും. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒന്നാമത്തെ കാര്യം, ഇവയെ വിട്ടകലണം. ചിലത് വിട്ടകലേണ്ട ചിലതുണ്ട്. ചില പാത്രങ്ങൾ മാന്യതയ്ക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടണമെങ്കിൽ ചില കാര്യങ്ങൾ വിട്ട് അകലേണ്ടത് അത്രേ. ഹല്ലേലൂയ. ഈ 2-ാം അധ്യായം വായിക്കുമ്പോൾ തന്നെ പല കാര്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. ഒന്ന്, വ്യർത്ഥമായ സംസാരത്തിൽ നിന്ന് വിട്ടുമാറുക, ഭക്തിവിരുദ്ധമായ വൃഥ ആലാപങ്ങളെ ഒഴിഞ്ഞിരിക്കുക. 2, വീണ്ടും പറയുന്നു, യൗവനമോഹങ്ങളെ വിട്ടകന്നിട്ട് ഹല്ലേലൂയ വിശുദ്ധിയുടെ പാതയിൽ നാം ആയിരിക്കുക. ഹല്ലേലൂയ. മനുഷ്യർക്ക് ഗുണകരമല്ലാത്ത ഹല്ലേലൂയ ഷണ്ട ജനിപ്പിക്കുന്ന മൗഢ്യ തർക്കത്തിൽ നിന്ന് മാറിയിരിക്കുക, ലോകമോഹങ്ങളിൽ നിന്ന് വിട്ടു മാറുക. ഇന്ന് ഈ പകൽക്കാലവും പ്രിയരെ, നമ്മെ കർത്താവിൻ്റെ കരങ്ങളിൽ പ്രയോജനപ്പെടണോ, നമുക്ക് ചിലതൊക്കെ ഒഴിഞ്ഞിരിക്കേണ്ടത് ആവശ്യം അത്രേ. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ 1-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, പരിഹാസികളുടെ വഴിയിൽ നിൽക്കാതെ, ഹല്ലേലൂയ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പരിഹാസികളുടെ വഴിയിൽ ഹല്ലേലൂയ നിൽക്കാതെ, ഹല്ലേലൂയ ദുഷ്ടന്മാരുടെ കൂടെ പാർപ്പിടങ്ങളിൽ ഹല്ലേലൂയ കസേരകളിൽ അവരുടെ സ്ഥലങ്ങളിൽ പോയി ഇരിക്കാതെ, അവരുടെ മധ്യേ ഇരിക്കാതെ നമുക്കൊരു വേർപാട് ആവശ്യമുണ്ട്. ചിലത് നാം ഒഴിഞ്ഞിരിക്കേണ്ടത് ആവശ്യമത്രേ. എത്ര വില കൂടിയ പാത്രമാണെങ്കിലും അത് വളരെ വൃത്തിഹീനമായ ഹല്ലേലൂയ വെടിപ്പില്ലാത്തൊരു സ്ഥലത്ത് പോയിരുന്നാൽ ആരും അതിനെ തൊടുക പോലുമില്ല. നിങ്ങൾക്കറിയാമല്ലോ, കർത്താവിൻ്റെ കരത്തിൽ പ്രയോജനപ്പെട്ടിരുന്ന കർത്താവിൻ്റെ ആലയത്തിലെ പാത്രങ്ങളെ ഹല്ലേലൂയ ഒരു രാജാവ് എടുത്തുകൊണ്ട് പോയി മദ്യപാനത്തിന് ഉപയോഗിച്ചു, അതിനെ അശുദ്ധി ഉപയോഗിച്ചു. എന്താ സംഭവിച്ചത്? ആ രാജാവിൻ്റെ തന്നെ ജീവന് ഹല്ലേലൂയ അത് നാശമായി തീർന്നു എന്ന് ഹല്ലേലൂയ ദാനിയേൽ പുസ്തകം 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. കർത്താവിൻ്റെ കരത്തിൽ പ്രയോജനപ്പെടുന്ന മാനപാത്രങ്ങൾ ഹല്ലേലൂയ ഒരു കാലഘട്ടത്തിൽ കർത്താവ് പ്രയോജനപ്പെടുത്തിയതാ, അത് ഇപ്പോൾ ഇതാ ഹല്ലേലൂയ ശത്രുവിൻ്റെ കോട്ടയ്ക്കകത്ത്, ശത്രുവിൻ്റെ കരങ്ങളിൽ മദ്യപാനത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നു. ഹല്ലേലൂയ. എങ്ങനെ അതിനെ ഇനി ഗുണകരമായി ഉപയോഗിക്കുന്നത്? ആ ഹീന കാര്യങ്ങളെ, ആ അശുദ്ധമായ കാര്യങ്ങളെ വിട്ടൊഴിയണം. ഇന്ന് രാവിലെയും കർത്താവിനാൽ വിളിക്കപ്പെട്ട, കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ട, കർത്താവിൻ്റെ കരങ്ങളിൽ പ്രയോജനപ്പെടുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ, ചിലത് നീ വിട്ടൊഴിയേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ ചിലതിനെ നീ ഉപേക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ദാനിയേൽ തീരുമാനിച്ചു, ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കത്തില്ല, ഞാൻ ഈ കൂട്ടുകെട്ടിൽ നിന്ന് സ്വല്പം മാറി നിൽക്കും. അല്ലെങ്കിൽ ദാനിയേലിൻ്റെ കൂട്ടുകാർ അങ്ങനെ തീരുമാനിച്ചു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ദൈവം അവരെ മാനിച്ചു. ഹല്ലേലൂയ. ബാബേൽ രാജ്യത്തിൽ ദാനിയേലിനെയും കൂട്ടുകാരനെയും കർത്താവ് മാനിച്ചു. ചിലത് വിട്ടൊഴിയാൻ നാം തയ്യാറാകണം. 2-ാമത്തെ കാര്യം പറയുന്നു, വിശുദ്ധമായ കാര്യത്തിന് വേണ്ടി നമ്മെ തന്നെ വേർതിരിക്കണം. നാം വിശുദ്ധിക്ക് വേണ്ടി നമ്മെ തന്നെ വേർതിരിക്കണം, കോൺസിക്രേറ്റ് ചെയ്യണം. കർത്താവിന് നമ്മെക്കുറിച്ചൊരു വിചാരമുണ്ട് എന്ന് വിചാരിച്ച് നാം വിശുദ്ധ
വിശുദ്ധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവിൻ്റെ വഴിയിൽ നടന്ന് വിശുദ്ധിക്ക് വേണ്ടി നാം ഏൽപ്പിച്ചു കൊടുക്കുമോ, നിശ്ചയമായി ആ വിശുദ്ധി നിന്നെ മാനിക്കും. ജോസഫ് എന്ന വ്യക്തിയെക്കുറിച്ച് വേദപുസ്തക ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് അതാ. ഒരു പക്ഷേ ഹല്ലേലൂയ മനുഷ്യൻ്റെ ആലോചനയ്ക്ക് പോയി തന്നെ അശുദ്ധനാക്കിയായിരുന്നുവെങ്കിൽ മിസ്രൈമിലെ വലിയ പദവിയിലേക്ക് തനിക്ക് ഉയരാൻ പറ്റത്തില്ലായിരുന്നു. ജോസഫ് വിശുദ്ധിയുടെ പാതയ്ക്ക് വേണ്ടി നിൽക്കുവാൻ വില കൊടുത്തു. തന്നെക്കുറിച്ച് ദൈവ പദ്ധതി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തു. ഇന്ന് രാവിലെയും വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലേ, നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? നിന്നെ തന്നെ വിശുദ്ധിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ തക്ക സമയത്ത് ദൈവം നിന്നെ മാനിക്കും. നീ ഒരു മാനപാത്രമായി തീരും. മൂന്നാമതായി പറയുന്നു ഹല്ലേലൂയ, ഉടമസ്ഥന് ഉപയോഗമുള്ള നല്ല വേലയ്ക്ക് വേണ്ടി നാം ഒരുങ്ങിയിരിക്കണം. ഉടമസ്ഥന് നമ്മെക്കുറിച്ചൊരു വിചാരമുണ്ട് എന്ന് നാം അറിയണം. ഉടമസ്ഥൻ്റെ കയ്യിലിരിക്കുന്ന പാനപാത്രം അവൻ്റെ ചുണ്ടോട് അടുത്തിരിക്കുന്ന അവൻ ഏറ്റവും പ്രിയപ്പെട്ട പാത്രമായിരിക്കും. അതുപോലെ ഇന്ന് രാവിലെ സമയം നാം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? നമ്മെ ഉണ്ടാക്കിയ നമ്മുടെ ഉടമസ്ഥന് നമ്മെ ഒന്ന് പ്രയോജനപ്പെടുത്തുവാൻ ഏൽപ്പിച്ചു കൊടുക്കുമോ? മറിയ പറഞ്ഞു, കർത്താവേ, ഞാൻ നിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെന്ന് പറഞ്ഞ് മറിയം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന ദൈവ പൈതലെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ നീ ഒരു മാനപാത്രമായി തീരും. നിന്റെ സമൂഹത്തിൽ, നിന്റെ കുടുംബത്തിൻ്റെ നടുവിൽ നിന്നെ മാനിച്ച് കർത്താവിൻ്റെ കരത്തിലെ മാനപാത്രമായി തീരുവാൻ കർത്താവിന് നിന്നെക്കുറിച്ച് പദ്ധതിയുണ്ട്. അതൊന്ന് തിരിച്ചറിഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ നിശ്ചയമായി ഹല്ലേലൂയ നമ്മെ മാനിക്കുന്ന, നമ്മെ ഉയർത്തുന്ന, നമ്മെ നടത്തുന്ന കർത്താവ് അവൻ്റെ കരത്തിലെ ഒരു മാനപാത്രമാക്കി നമ്മെ മാറ്റും. ഈ ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ, നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ.